അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ മാസമാണ് റജബ്. റജബുൻ ഷഹറുല്ലാഹ്. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ശഅബാനു ഷഹരി, തൊട്ടടുത്ത ഷഅബാൻ അത് എന്റെ മാസമാണ്. റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എന്റെ സമുദായത്തിന്റെ മാസമാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വലിയ ബറക്കത്തുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റജബ്. റജബുൻ അവ്വലു ശുഹൂരിൽ ബറക, ബറക്കത്തിന്റെ ഒന്നാമത്തെ മാസമാണ് റജബ്. ബർക്കത്തിനെ ചോദിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞൊരു ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം. റമളാൻ മാസം ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണം. റജബിലെ ഒന്നാമത്തെ രാവ് വലിയ മഹത്വമുള്ള ഒരു രാവാണ്. മഹാനായ ഷാഫി ഇമാം പറഞ്ഞതായി കാണാം, ഖാലൽ ഇമാം ഷാഫി ബലഗന, നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ നോക്കിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം, അറിവുകൾ, കാന യുഖാലു ഇന്ന ദുആ ഇസ്തിജാബു ഫീ ഖംസി ലയാൽ, 5 രാവുകളിൽ തീർച്ചയായും ദുആക്ക് ഇജാബത്തുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള 5 രാവുകളുണ്ട്. അതിൽപ്പെട്ട ഒരു രാവാണ് വഅവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ഒന്നാമത്തെ രാവ്. ദുആക്ക് ഇജാബത്തുള്ള 5 രാവുകളുണ്ട്. അതിൽപ്പെട്ട ഒരു രാവാണ് വഅവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ഒന്നാമത്തെ രാവ് ദുആക്ക് ഇജാബത്തുണ്ട്. റജബിലെ ഒന്നാമത്തെ രാവ് ഒരാള് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ, തന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, തന്റെ വിഷമങ്ങൾ പറഞ്ഞാൽ, തന്റെ ആവലാദികള്, വേവലാദികള്, കഷ്ടപ്പാടുകള്, ബുദ്ധിമുട്ടുകള്, രോഗങ്ങള്, കടങ്ങള്, പ്രതിസന്ധികള്, ദുഃഖങ്ങള്, സങ്കടങ്ങള് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ തീർച്ചയായും ആ രാത്രി അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് ഹദീസിൽ കാണാം. പരമാവധി നാം ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ കാണാം. അക്രിമു റജബ്, റജബ് മാസത്തെ നിങ്ങൾ ബഹുമാനിക്കുക, നിങ്ങൾ ആദരിക്കുക. യുക്രിമുക്കുമുല്ലാഹു ബിഅൽഫി കറാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് 1000 കറാമത്തുകൾ, 1000 ബഹുമാനങ്ങൾ നൽകി നിങ്ങൾ അല്ലാഹു ആദരിക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ, ഖിയാമ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് 1000 ബഹുമതികൾ നൽകും. വമൻ യഗ്തസല അവ്വല റജബിൻ, റജബിലെ ഒന്നാമത്തെ രാത്രിയിൽ ആരെങ്കിലും കുളിച്ചാൽ, വൗസത്തു, അതേപോലെ തന്നെ റജബിലെ മധ്യത്തിൽ കുളിച്ചാൽ, വആഖിറഹു, അവസാനം കുളിച്ചാൽ, പ്രത്യേകമായ കുളി എന്ന് പറഞ്ഞാൽ ആ മാസത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു കുളിയാണ്. ഖറജ മിൻ ദുനൂബി, അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. കയൗമ വലത്ത ഉമ്മ, ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെയാകും. എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. റജബ് മാസം ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ ഫീ ഷഹ്ർ റജബ്, റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കണം. കാരണം ഹുവ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റജബ് മാസം, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ ഫീ ഷഹ്ർ റജബ്, റജബ് ഷഹ്റുൽ ഇസ്തിഗ്ഫാർ. റജബ് മാസത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ട ഇസ്തിഗ്ഫാറുകൾ, ദിക്റുകൾ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മനിസ്തഗ്ഫറല്ലാഹ ഫി റജബ്, റജബ് മാസത്തിൽ എല്ലാ ദിവസവും ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ 70 മറ, 70 പ്രാവശ്യം ബിൽ ഗദാത്തി, രാവിലെയും 70 മറ ബിൽ അശി, വൈകുന്നേരം, രാവിലെയും വൈകുന്നേരം 70 വട്ടം ഒരാൾ ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഈ ചെറിയ ഇസ്തിഗ്ഫാർ
ദിക്ർ ചൊല്ലി ഫൈദാ ബലഗ തമാമ 70 മറ, അങ്ങനെ 70 പൂർത്തിയാക്കിയാൽ അവന്റെ രണ്ട് കൈ ഉയർത്തി റഫയദൈ വഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലി വതുബ് അലയ്യ എന്ന ദിക്റും കൂടി ചൊല്ലിയാൽ വലാ തമസ്സുഹു നാറ ബിബറകതി റജബ് മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് അവൻ നരകത്തിൽ പ്രവേശിക്കൂല, അവന്റെ ശരീരത്തിൽ നരകം സ്പർശിക്കൂല. എല്ലാ ദിവസവും ചൊല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ, പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് ഇസ്തിഗ്ഫാറിന്റെ മഹത്വങ്ങൾ പറഞ്ഞത്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കൂല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഒരാൾ ഇസ്തിഗ്ഫാറിലായിരിക്കെ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷകൾ ഇറങ്ങൂല. മാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ധാരാളം വർദ്ധിപ്പിക്കണം, ധാരാളം ചൊല്ലണം. മല്ലദിമൽ ഇസ്തിഗ്ഫാർ, ഒരു ഹദീസിൽ കാണാം, ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ, നിർബന്ധമാക്കിയാൽ, ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാവിധ ഹമ്മുകളിൽ നിന്നും, ടെൻഷനുകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. അവന്റെ ജീവിതത്തിൽ ഒരു ടെൻഷനും വരൂല. വമിൻ ദീഖിൻ മഖ്റജ്, എല്ലാവിധ കുടുക്കുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ക് എളുപ്പമാക്കും. ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ റിസ്കുകൾ, റിസ്ക് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ അതിൽ ഭക്ഷണം മാത്രമല്ല, വീട്, വാഹനം, അവന്റെ അവനിക്ക് ധരിക്കാനുള്ളത്, കുടിക്കാനുള്ളത്, ഭക്ഷിക്കാനുള്ളത്, യാത്ര ചെയ്യാനുള്ളത്, അവന്റെ വസ്ത്രം, അവന്റെയും അവന്റെ കുടുംബത്തിലെ മഈശത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും അവനിക്ക് വരൂല, അവന്റെ കുടുംബത്തിന് വരൂല. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു സമ്പത്ത് നൽകുന്നു. പരിശുദ്ധമായ റജബ് മാസത്തെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം, ദിക്റുകൾ ഓതിപ്പിക്കണം, പരിശുദ്ധ ഖുർആൻ നാം അധികരിപ്പിക്കണം. കഴിയുന്ന ആളുകൾ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തെ ബഹുമാനിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിലും ജോലികളിലും കുടുംബത്തിലും എല്ലാ മേഖലകളിലും അല്ലാഹു ധാരാളം ഖൈറും ബറക്കത്തും സന്തോഷം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.